അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അളിയെ ഇരിക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓ വെറുതെ വീട്ടിലിരുന്ന് ബേജാറായപ്പോ ഒന്ന് കറങ്ങാമെന്ന് കരുതി ഇറങ്ങി. ഇവിടെ ഒന്ന് കേറി. ഇവിടെ വിശേഷം വല്ലതുണ്ടാ? ഇവിടെ എന്തോ വിശേഷം? സഫി എവിടെ? അവൾ അകത്തുണ്ട്. മോളെ സഫിയ, ദാ മാമ വന്നിരിക്കണ്. ചായ കൊണ്ടുവാ. അവളെ റഹീമിനെ തന്നെ മതിയെന്ന് ഒരേ പിടിവാശിയില്ല. നിങ്ങൾ വെറുതെ തല്ലാനും കൊല്ലാനും നിന്നുകൊണ്ട് കാര്യമൊന്നും ആയില്ല. പിന്നെ അവൾ തന്നിഷ്ടത്തിന് വരണമെന്നാണോ നീ പറയുന്നത്? അല്ല, കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമെന്നാ. ആ, ഈ നിക്കാഹ് നടന്നില്ലെങ്കിൽ എന്റെ മാനം കെടും. മാനം കെട്ടാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ എന്റെ മൂത്ത മോളാണ്. എന്റെ കുടുംബത്തിന്റെ മാനം നീ കാക്കണം. റഹീമിനെ മറന്നിട്ട് മജീദിനെ നിക്കാഹ് കഴിക്കാൻ നീ അവളോട് പറയണം. പറഞ്ഞ പോരാ, പറഞ്ഞ് സമ്മതിപ്പിക്കണം. നീ പറഞ്ഞ അവൾ കേൾക്കും മോളെ. കാസിനും കൂട്ടരും എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നത് എന്റെ മോക്ക് കാണണമെന്ന് നീ ചോദിക്കണം. ബാപ്പ വിഷമിക്കരുത്. ഇന്ന് ഞാൻ സഫിയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ഒരു കാര്യം ഓർത്തു, ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നിനക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവളെ കൊണ്ട് നീ സമ്മതിപ്പിക്കണം. ഞാൻ പോകുന്നു. ഈശ്വര, ഞാനാണല്ലോ നടുവിൽപ്പെട്ടിരിക്കുന്നത്. സഫിയ, ബാപ്പ വീട്ടിൽ വന്നിരുന്നു. ഞാൻ കൊള്ളരുതാത്തവളാണെന്നും അനുസരണമില്ലാത്തവളാണെന്നും പറഞ്ഞു കാണും. ബാപ്പ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നീ ബാപ്പയെ വേദനിപ്പിക്കരുത്. ഞാൻ ആരും വേദനിപ്പിക്കുന്നില്ല. എല്ലാവരും എന്റെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്. അപ്പൊ എനിക്കില്ല വേദന. ബാപ്പ നേരത്തെ വാക്കുകൊടുത്തല്ലേ, പോരെങ്കിൽ നിശ്ചയം നടത്തി. സരള ചേച്ചി തന്നെയാണ് എന്നോടിത് പറയുന്നത്. സരള ചേച്ചിയുടെ അച്ഛനും നേരത്തെ നിശ്ചയം നടത്തിയതല്ലേ. ചേച്ചി, ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കരുത്. എന്റെ റഹീമിക്ക് എനിക്ക് മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ ബാപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്നേ മറന്നേന്. മാപ്പ ഈ പിടിവാശി അവസാനിപ്പിക്കണം. പിടിവാശി അല്ല മോനെ, ഞാൻ വാക്കുകൊടുത്ത് നിശ്ചയം നടത്തിയതല്ലേ. നാളെ എനിക്ക് മനുഷ്യരുടെ മുഖത്ത് നോക്കണ്ടേ. വരുന്ന മാസം 12-ാം തീയതി നിക്കാഹ് നടത്തണം. വേണ്ട പാപ്പ, ഞാൻ പിന്നെ കെട്ടിത്തോട് ചാകണമെന്നാണ് പറയുന്നത്. അല്ല, ഈ സാഹചര്യത്തിൽ സഫിയ എന്ത് ചെയ്യാനും മടിക്കില്ല. ബാപ്പയ്ക്ക് ആകെ കൂടി ഉള്ളത് അവള് മാത്രമാണ്. ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ അവൾ പറയുന്നുള്ളൂ. അവൾ എന്തെങ്കിലും ചെയ്തു പോയാൽ ബാപ്പയുടെ അന്തസ് അഭിമാനം ഓർത്ത് അവൾ ഒരിക്കലും റഹീമിന്റെ കൂടെ ഇറങ്ങിപ്പോവില്ല. പക്ഷേ അവളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്, ബാപ്പയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ വാക്ക് മാറ്റി അവളെ റഹീമിനെ കെട്ടിച്ചു കൊടുക്കണമെന്നാണ് നീ പറയണേ. അവളെ ഇപ്പൊ ആർക്കും കെട്ടിച്ചു കൊടുക്കണ്ട. ബാപ്പ കൊടുത്ത വാക്കും നടത്തി നിശ്ചയം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം. അവളുടെ മനസ്സൊന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ഉപദേശിച്ച് നേരെയാക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കേ. അല്ല, വരുന്ന മാസം 12-ന് നിക്കാഹ് കഴിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് നിശ്ചയവും നടത്തിയിട്ട് പിന്നെ അതിനെപ്പറ്റി ചൂടില്ല. എന്താ ഇങ്ങനെ? ഞമ്മക്കും അവരത്തിൽ ഇരുന്നാനുള്ളതല്ലേ. അലിയെന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഇടപെടണമെന്ന് തോന്നരുത്. കാര്യങ്ങൾ നമുക്ക് പരസ്പരം അറിയാവുന്നതാണല്ലോ. സഫിയയുടെ മനസ്സ് ഒന്ന് നേരെയാവുന്നവരെ ഈ വിവാഹം നീട്ടിവെക്കുന്നതല്ലേ നല്ലത്. അത് പറയാൻ ഞാനാടാ. അലിയ, നിശ്ചയത്തിന് സഭയിൽ നിങ്ങൾ പറഞ്ഞ പോലെ സ്വത്തുക്കൾ നാളെ നമ്മളെ മോന്റെ പേർക്ക് നിങ്ങൾ എഴുതി വെക്കണം. പറ്റുമോ പറ്റത്തില്ലയോ അതറിയാനാണ് നമ്മൾ വന്നത്. ഇപ്പൊ പറ്റത്തില്ല. എനിക്ക് കുറെ കൂടെ സമയം വേണം കാസിം പിള്ളേ. നിക്കാഹിന്റെ സമയം വേണമെങ്കിൽ നമുക്ക് നേട്ടാം. അതിന് സ്വത്തുക്കൾ എഴുതി വെക്കണം. എന്തിനാ താമസിക്കണത്? അവന് കൊടുക്കാനുള്ള അങ്ങോട്ട് കൊടുത്തേരെ. എന്താണ് മാമ സ്വത്തുക്കൾ എഴുതി വെക്കാത്തതെന്ന് അവൻ നമ്മളോട് ചോദിക്കണം. അതിന് നമ്മളോട് തീരുമാനം പറയും. അപ്പോ മജീദിന് സഫിയേക്കാൾ വലുത് സ്വത്താണല്ലേ? പിന്നല്ലേ? സ്വത്തും മുതലും ഒന്നും മേടിക്കാതെ ഒരു പെണ്ണിനെ കട്ടോണ്ട് പോയി കല്യാണം കഴിക്കാൻ
എന്റെ മോന് എന്നെ പോലെ പിരാന്തില്ല. ഓ, അപ്പൊ പെണ്ണ് കെട്ടിയാൽ പെണ്ണിനെ തീറ്റ കൊടുക്കാനും അവൾക്ക് തുണി നനച്ചു കൊടുക്കാനും അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പോറ്റാനും ഒക്കെ പെണ്ണിന്റെ വാപ്പ കാശ് തരണം അല്ലേ? താരണം പിന്നല്ലാതെ. അതുകൊള്ളാം. കാശുംപിള്ളേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ വീട്ടിൽ വരാം. ഇപ്പൊ നിങ്ങൾ പോയി. ആ, ഇത് ഞമ്മക്ക് മനസ്സിലായി. ആ ട്യൂഷൻ മാഷെ കൊണ്ട് സഭയെ കെട്ടിക്കാൻ പണിയാണിത്. ഈ നസ്രാണി ചെറുക്കനെ കൊണ്ട് നിങ്ങൾ ആ ഹിന്ദു പെണ്ണ് കെട്ടിച്ച പോലെ അല്ലത്. ഇവർക്ക് ചോദിക്കാൻ പള്ളി ഞമായിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ ഞമ്മക്കുണ്ട്. അത് ഓർത്തിട്ട് വേണം കാസിമ്പിലോട് കളിക്കാൻ. ആ, വരുന്ന മാസം 12-ാം തീയതി നിങ്ങൾ നിൽക്കാൻ നടത്തി തരുമോ ഇല്ലയോ എന്ന് നമുക്കൊന്നറിയണം. ആ, റഹീമിക്കാക്ക് എന്നെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ നിക്കാഹ് ചെയ്യാതിരുന്നോളാം. എന്നാലും എന്നെ മജീദിക്കാക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കരുത്. ഞാൻ ബാപ്പയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കൂല. അമ്മയ്ക്ക് സുഖമില്ലാന്നറിഞ്ഞു. എന്ത് ചെയ്യാം? ഒന്ന് പോയി കാണാമെന്ന് വെച്ചാൽ നിന്റെ അച്ഛൻ സമ്മതിക്കണ്ടേ? അമ്മ വീട്ടിലാണ്. ആശുപത്രിയിലായിരുന്നെങ്കിൽ നമുക്കൊന്ന് പോയി കാണാമായിരുന്നു. മോളെ, എന്നെ ഉപേക്ഷിക്കാൻ അച്ഛന് കഴിയില്ല. ജാതി, മതം, തറവാട്ട് മഹിമ, ഇതിനെല്ലാറ്റിനേക്കാൾ വലുത് ആത്മബന്ധമാണെന്ന് അച്ഛന് മനസ്സിലായി കുഞ്ഞെ. നിങ്ങൾ രണ്ടുപേരും അച്ഛനോട് ക്ഷമിക്കണം. അയ്യോ, അച്ഛനോട് ഞങ്ങളാണ് ക്ഷമ ചോദിക്കുന്നത്. അമ്മയ്ക്ക് തീരെ സുഖമില്ല മോളെ. അവക്ക് നിങ്ങളെ കാണണമെന്ന് പറയുന്നു. അമ്മയ്ക്ക് തൃപ്തിയായി മക്കളെ. ഇനി മരിച്ചാലും മതി. നിങ്ങളെ ഇങ്ങനെ കാണാനെത്തല്ലോ, അത് മതി. അമ്മ ഒന്നും വിഷമിക്കണ്ട. അച്ഛാ, എന്തായത്? നിനക്ക് എന്താ അറിയേണ്ടത്? ഇവൻ ആരാണെന്നാ ചോദിച്ചത്? നിന്റെ പെങ്ങളുടെ ഭർത്താവ്. പെങ്ങളുടെ ഭർത്താവ് എന്നുപോലെ അച്ഛനെ അംഗീകരിച്ച് എല്ലാവരും എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അല്പം വൈകിയാണെങ്കിലും നീയും അത് അംഗീകരിക്കുന്നതാണ് നല്ലത്. ജാതിയെക്കുറിച്ചും തറവാടിന്റെ മഹിമയെക്കുറിച്ചും പറഞ്ഞിരുന്ന അച്ഛനാണോ ഇത് പറയുന്നത്? മോനെ, ജാതിയെയും മതത്തെയുംക്കാൾ വലുതല്ലേ നിങ്ങളാങ്ങളും പെങ്ങളും തമ്മിലുള്ള സ്നേഹം? ഇവളും നിന്റെ പെങ്ങളാടാ. എനിക്കിങ്ങനെ ഒരു പെങ്ങളില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളുണ്ട്. അവളുടെ ഭർത്താവിനെ ഞങ്ങൾക്ക് അംഗീകരിച്ചേ പറ്റൂ. എങ്കിൽ ഞാൻ ഈ വീട്ടിൽ അധികപ്പറ്റാണ്. ഇനിയും ഞാൻ ഇവന്റെ മുന്നിൽ നിന്നാൽ ഒരുപക്ഷെ കൊലക്കേസിൽ പ്രതിയാകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പോയേക്കാം. നിന്നെ ഞാൻ കണ്ടോളാം. ഞങ്ങൾ ഇങ്ങോട്ട് വരരുതായിരുന്നു അച്ഛൻ. നിങ്ങൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ സ്വഭാവം അങ്ങനെ. കാസിം പിള്ള പള്ളിയിൽ വന്ന് പറഞ്ഞ് കാസിം പിള്ളയ്ക്ക് വേണ്ടി നിങ്ങളോടൊന്ന് സംസാരിക്കണം. അതാണ് ഞമ്മളെല്ലാരും കൂടെ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അളിയൻ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമായിരുന്നെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാ പോരെ. ഇവരെല്ലാം ബുദ്ധിമുട്ടിക്കണം. ഞമ്മള് തനിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടതില്ല. ഭയക്കുണ്ടാവും തോന്നി. അതുകൊണ്ടാണ് മധ്യസ്ഥന്മാരെ കൂട്ടിയിട്ട് വന്നത്. ഹാജിയാര് നിശ്ചയത്തിന് പറഞ്ഞ ദിവസത്തിൽ തന്നെ സഫിയായും മജീദും തമ്മിലുള്ള നിക്കാഹ് നടത്തി കൊടുക്കണം. അതാണ് അതിന്റെ മര്യാദ. എനിക്കൊന്നുകൂടി ആലോചിക്കാനുണ്ട്. അല്ല, നിങ്ങളുടെ സഫിയാക്ക് 7 വയസ്സുള്ളപ്പം ഞമ്മക്ക് ബാക്കി തന്ന. പിന്നിപ്പോ ദുബായിൽ ജോലി ചെയ്യുന്ന ചെറുക്കനെ വിളിച്ചു വരുത്തി വരുന്ന മാസം 12-ാം തീയതി മോളെ നിനക്ക് കല്യാണം കഴിച്ചു തരാടാന്നും പറഞ്ഞ് നിശ്ചയം നടത്തിയിട്ട് ഇനി ആലോചിക്കണം എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ? എന്താണ് ഇനി ആലോചിക്കാനുള്ളത്? നമ്മളും കൂടി അറിയട്ടെ. വലിയ പ്രായമായിട്ടില്ലേ? അത് കാസിം പിള്ള പറയുന്നത് ശരിയാണ്. നിക്കാഹ് നടത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അയാളും കൂടെ അറിയണ്ടേ.
നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടല്ലേ ഹാജിയാര് നിശ്ചയത്തിന് വാക്ക് പറഞ്ഞത്? അതെ, അന്ന് അങ്ങനെ ഒരു നിശ്ചയം നടത്തി. ഇന്നിങ്ങനെ ഒരു വാക്ക് മാറ്റവും നടത്തി അല്ലേ? അന്ന് നിശ്ചയം നടത്തിയപ്പോ നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നോ നമ്മൾ വാക്കിൽ നിലയില്ലാത്തതാണെന്ന്? കാസിമേ, നിങ്ങൾ എല്ലാരും കൂടി കയറി വന്നപ്പോ ഇരിക്കാൻ കസേര എന്നത് എന്റെ കഴിവുകേടായിട്ട് കരുതരുത്. കണ്ട ഇത് തന്നെയാണ് ഇയാളുടെ പണി. മാന്യന്മാര് വീട്ടിൽ വന്നപ്പോ അവരെ കസേരയിട്ട് ഇരുത്തിയിട്ട് അവമാനിക്കാം. ആസിം പിള്ളേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ഹാജിയാരെ, നിങ്ങൾ നിങ്ങളുടെ മോളെ നിശ്ചയം നടത്തിയതനുസരിച്ച് കാസിം പിള്ളയുടെ മോന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുമോ? എന്റെ മോക്ക് മജീദിന് ഇഷ്ടമല്ല. എപ്പോഴാണ് ഇഷ്ടമല്ലേണ്ടായത്? നിശ്ചയം കഴിഞ്ഞപ്പോഴാ. ഇതൊക്കെ കാസിമ്പേര് വേണ്ട, വേറെ ആളെ നോക്കി. തങ്ങളെ, നിക്കാഹിന്റെ സമയത്ത് നിങ്ങൾ എന്റെ മോളെ വിളിച്ച് മജീദിനെ കെട്ടാൻ സമ്മതമാണെന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നുള്ള മറുപടി പറഞ്ഞ നമ്മൾ നടത്തിയ നിശ്ചയത്തിനും ഞാൻ തന്ന വാക്കിനും എന്താ വില? എടാ ഖാദറേ, നിന്റെ മോള് പറഞ്ഞില്ലെങ്കിലും നീ അവളെ കൊണ്ട് പറയിപ്പിക്കും. വാക്കിന് വിലയില്ലാതെ നീ എന്തിനാണോ ഇസ്ലാമായിട്ട് ജീവിക്കണത്? നീ എന്തിനാണ് ഹജ്ജ് ചെയ്യാൻ പോയത്? നീ ഹജ്ജിനൊന്നും പോയിട്ടില്ല, നമ്മളത് വിശ്വസിക്കൂല. നീ കള്ളപ്പല്ല് ചോർന്നില്ലേ മക്കത്ത് പോകാന്ന് പറഞ്ഞിട്ട് പോയത്? വാക്കിൽ മുറിയില്ലാത്തവൻ ബാപ്പാക്ക് പറഞ്ഞല്ല. എടാ കാസിമേ, ഞാൻ എന്റെ മോളെ എനിക്ക് ഇഷ്ടമുള്ള കെട്ടിച്ചു കൊടുക്കും. ഇറങ്ങാനായ ഓർത്ത് ഇറങ്ങാൻ തന്നെയാണാ വന്നത്, അല്ല നിന്റെ വീട്ടിൽ കുത്തിരിക്കാനില്ല. പക്ഷേങ്കില് ഒരു കാര്യം നീ ഓർക്കും, ഈ കാസിമ്പുള്ള മയ്യത്താവുന്നവരെ നിന്റെ മോളെ മറ്റൊരുത്തും കെട്ടൂല. കെട്ടാൻ ഞങ്ങൾ വിടൂല. എടാ, അവൾ എന്റെ മോളാണ്. നിന്റെ മോളെ കൊണ്ട് കെട്ടിക്കാന്ന് പറഞ്ഞ അതേ ദിവസം ഞാൻ അവളെ വേറെത്തിനെ കൊണ്ട് കെട്ടിക്കും. എന്നാൽ അത് നമുക്കൊന്ന് കാണണം. വരീത് പോവാ. മോളെ, മോളെ, ബാപ്പ ഇരിക്കു ബാപ്പ. ഇരിക്കേ. ഒന്നുമില്ല, നമുക്ക് ഉടനെ തന്നെ സഫിയെ കെട്ടിച്ചയക്കണം. നിശ്ചയിച്ച ദിവസം തന്നെ നിക്കാഹ് നടക്കണം. ഇനി അതൊന്നും ആലോചിക്കാനില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കിന് തന്നെ അവളെ നിക്കാഹ് ചെയ്തു കൊടുക്കാം. അതാണ് പാപ്പ നല്ലത്. അവളുടെ സുഖവും സന്തോഷവുമാണ് എനിക്ക് വലുത്. ആ, കാസിം പിള്ള വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. അതൊന്നും ഓർത്ത് വാപ്പ വിഷമിക്കണ്ട. അവരെന്ത് വേണേ ചെയ്തോട്ടെ. ആണുങ്ങളായിട്ട് നമ്മൾ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? പിന്നെ ഇത്രയും ദിവസം ജീവിച്ചിരുന്നോളാം നമ്മൾ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അത് തന്നെ ഞാനും തീരുമാനിച്ചു. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണും. ആ മോനെ, എനിക്ക് ആൺമക്കളൊന്നുമില്ല. നീയാണ് എന്റെ മോൻ. നീ തന്നെ റഹീമിനെ കണ്ട് വിവരം പറഞ്ഞ് ഈ കല്യാണം ഉറപ്പിക്കും. ശരി പാപ്പ. സഫിയ, ബാപ്പ നിന്നെ റഹീമിന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആഹാ, അത് കേട്ടപ്പോ പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? അമ്പതി. എന്റെ സഫിയ മൈലാഞ്ചി അണിഞ്ഞിരിക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും.